ത്യാഗത്തെ വർണ്ണിക്കും ഞാനിൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ വർണ്ണിക്കും ഞാനിൻ അന്ത്യനാൾ വരെ. വന്ദനം നാഥനേ എൻ രക്ഷകാ, നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ. വന്ദനം നാഥനേ എൻ രക്ഷകാ, നിന്ദിച്ചു നിന്നെ ഞാൻ എൻ ദോഷത്താൽ. എന്റെ കഷ്ടത ക്രൂരതയിൽ സഹിച്ചൻ ദൈവമേ എൻ രക്ഷകാ. എന്റെ കഷ്ടത ക്രൂരതയിൽ സഹിച്ചൻ ദൈവമേ എൻ രക്ഷകാ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ വർണ്ണിക്കും ഞാനെൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ വർണ്ണിക്കും അന്ത്യനാൾ വരെ. ഞാൻ ചെയ്ത പാതകം ക്ഷമിച്ചു താൻ, എന്നെ നീ സ്വന്തമായി സ്വീകരിച്ചു. ഞാൻ ചെയ്ത പാതകം ക്ഷമിച്ചു താൻ, എന്നെ നീ സ്വന്തമായി സ്വീകരിച്ചു. വീഴാതെ താങ്ങണേ അന്ത്യം വരെ, നടത്തി പോറ്റുക എൻ ദുഃഖമേ. വീഴാതെ താങ്ങണേ അന്ത്യം വരെ, നടത്തി പോറ്റുക എൻ ദൈവമേ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ വർണ്ണിക്കും ഞാനിൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ വർണ്ണിക്കും ഞാനിൻ അന്ത്യനാൾ വരെ. ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ, ആ നല്ല ദേശത്തിൽ നിത്യമാം പ്രകാശത്തിൽ അംശിയായിട്ടെന്നെ ചേർത്തതാൽ കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ വർണ്ണിക്കും ഞാനെൻ അന്ത്യനാൾ വരെ. കീർത്തിക്കും ഞാനവൻ ത്യാഗത്തെ വർണ്ണിക്കും ഞാനെൻ അന്ത്യനാൾ വരെ. എന്താണ് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഈ ഒരു സാധനം എന്താണ് എന്ന് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. ആമേൻ. അതിങ്ങനെയാണ് അതിൻ്റെ ഹെഡിങ് എഴുതേണ്ടത്: മരുഭൂമിയിൽ പൊഴിഞ്ഞ മന്ന ക്രിസ്തുവിന് നിഴലാകുന്നു. മരുഭൂമിയിൽ പൊഴിഞ്ഞ മന്ന ക്രിസ്തുവിന് നിഴലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാധാരമായി പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇന്ന് രാത്രി ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാം. ആമേൻ. പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഇന്ന് രാത്രിയിൽ ഒരാളിന് ശബ്ദമുയർത്തി വായിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ
കണ്ടാറെ എന്തെന്നറിയായികയാൽ ഇതെന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു. മതി. നമുക്കറിയാം, വളരെ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട യാത്രയുടെ നടുവിൽ 3 ഘട്ടത്തിൽ കൂടെ ജനം കടന്നുപോയി. 3 ഘട്ടത്തിൽ കൂടെ. 1, അപ്പമില്ലാത്തത് കൊണ്ട്. 2, ഇസ്രായേൽ മക്കൾ പിറുപിറുത്തത്. 3, കാടപ്പക്ഷികളും. 4, മന്നയും ആമേൻ കർത്താവ് അയച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം, 1-ാമത്തെ ഘട്ടം അപ്പമില്ലാത്തത് കൊണ്ട്. 2, ഇസ്രായേൽ മക്കൾ പിറുപിറുത്തത്. 3, കാടപ്പക്ഷികളും. 4, മന്നയും. ഈ 4 കാര്യമാണ് 430 സംവത്സരം അടിമ വീട്ടി പാർത്ത ഇസ്രായേൽ ജനത്തിന് ഒരു വിടുവിച്ച് മോശ ഈ ജനത്തെയും കൊണ്ട് വരുന്ന വഴിയിൽ എന്ന് പറഞ്ഞാൽ 1-2 പേരല്ല കേട്ടോ. ആമേൻ. 1000, 2000 അല്ലെങ്കിൽ 3 ലക്ഷമോ 4 ലക്ഷമോ 10 ലക്ഷമോ പേരൊന്നും അല്ല ഇത്. മോശയോട് ദൈവം ആദ്യം പറഞ്ഞൊരു ദൂത് കേട്ടോ. 1-ാമത്തെ ദൂത്, നീ ആ 300 വിടണം. 300 ആടിനെ നീ വിട്ടാൽ ഞാൻ എത്ര തരാം? പറഞ്ഞേ, 3000 തരാം. നീ 3000 വിട്ടാൽ എത്ര തരാമെന്നാ ദൈവം പറഞ്ഞേ? 30 ലക്ഷത്തെ. പറ, വാ തുറന്ന്. 1, 3000 വിടണം, 300 വിടണം. 2, 3000 വിടണം. 3, 30 ലക്ഷത്തെ തരാം. ഈ 30 ലക്ഷത്തെ ജനത്തെ കൊണ്ടാണ് മോശ വരുന്നത്. ഈ വഴിയിൽ ഇവർ വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ സകല ഉറവകളും എന്ത് ചെയ്തു? വേലി കെട്ടി അടച്ചു. ശ്രദ്ധിക്കണം, ഇത്രയും പേര് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എപ്പോ വെള്ളം തീർന്നെന്ന് ചോദിച്ചാൽ മതി അല്ലേ? ഒന്നാമത് ഇപ്പോഴും വെള്ളത്തിന് വലിയ ക്ഷാമവുമാണ്. സ്തോത്രം. ഈ 30 ലക്ഷം പേര് എല്ലാം കൂടി ഒരു കിണറ്റിന്റെ കരയിൽ നിന്ന് കഴിഞ്ഞാൽ ആ കിണറിൽ വെള്ളം നിങ്ങൾ പിന്നെ ഒന്ന് പറയേണ്ട കാര്യമുണ്ടോ? 30 ലക്ഷം മാത്രമോ? ബാക്കി കുഞ്ഞുങ്ങളോ, പിന്നെ ഈ മൃഗങ്ങളോ, അവരുടെ വാഹനങ്ങളോ, ഇതിനെല്ലാം വെള്ളം വേണ്ടേ? ഈ വെള്ളമെല്ലാം ഇവർ വരുന്ന അനുസരിച്ച് ജനം എന്ത് ചെയ്തു? വേലി കെട്ടി അടച്ചിരുന്നു. അങ്ങനെയാണ് ഈ ജനം മോശയുടെ നേരെ എന്ത് ചെയ്തു? പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ ജനം പിറുപിറുത്ത ശേഷം എന്താ പിറുപിറുത്തത്? മോശേ, നീ ഈ കാണിച്ച് ശരിയല്ല. മിസ്രൈമിൽ ഞങ്ങൾക്ക് എന്തുണ്ട്? അപ്പമുണ്ട്, പിന്നെ ഇറച്ചിയുണ്ട്, പിന്നെ ശകലം ജോലി ബുദ്ധിമുട്ടൊന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ സന്തോഷമായി അവിടെ കഴിഞ്ഞതാ. നീ കാണിച്ച ഒട്ടും ശരിയായില്ല. ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. എവിടെ? മിസ്രൈമിൽ. ഒരു കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം 1-2 ചാട്ടയടി കിട്ടുമെങ്കിലും, അത്യാവശ്യം 2-3 പള്ളി കിട്ടുമെങ്കിലും പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ നീ കാണിച്ചത് വളരെ മോശമാ. 30 ലക്ഷം വെച്ച് അനുഭവിക്കുന്ന മോശ നോക്കിക്കേ. ഈ 30 ലക്ഷം പോയിട്ട് 3 വിശ്വാസികളെ വെച്ച് അനുഭവിക്കുന്ന പാസ്റ്റർമാരെ കണ്ടാൽ ആമേൻ, ഈ രാത്രി സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്. 30 ലക്ഷം പോട്ടെ, ഒരു 3 എണ്ണം മതിയല്ലോ. സ്തോത്രം. പാസ്റ്റേ, ഇന്നത്തെ പ്രസംഗം ശരിയല്ല. നിങ്ങൾ എന്നെ നോക്കി മാത്രം പ്രസംഗിച്ചു. അതുകൊണ്ട് ഈ പണി നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ പണി ഞാൻ ബാക്കി എന്നെ കൊണ്ട് പറയിക്കണ്ട. അടുത്ത മോശം നേരെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഉള്ള പരിപാടിയൊക്കെ നിർത്തിയിട്ട് സംഘടന പറയുന്നത് കേൾക്കണം. ഏതാ സംഘടന? മോശ പറയാ, അഹരോനെങ്കിൽ വന്നേ, സംഘടന ഏതാ? ഞങ്ങളൊരു സംഘടന സംഘടിപ്പിച്ചു. നിന്നെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയ സംഘടന രൂപീകരിക്കും. മാറ്റിയില്ലേ? അത് ഏത് സംഘടന അറിയാമോ? കാളക്കുട്ടിയെ ഉണ്ടാക്കിയ ഒരു സംഘടന. ഞങ്ങൾ അതിനുവേണ്ടി പ്ലാൻ വെച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മോശെ, നീ വെറുതെ ഞങ്ങളുടെ കൈ മെനക്കെടുത്തിക്കരുത്. എല്ലാവരുടെ കയ്യിൽ ഓരോ കല്ലിരിക്കുക. കല്ലിന്റെ വലിപ്പം കണ്ടപ്പോ മോശ ആമേൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തുടങ്ങി. 1-2 കല്ലൊക്കെ കുറുക്കലൊക്കെ വീണെങ്കിലും മോശ പിടിച്ചു നിന്ന്. സ്തോത്രം.
തിരിച്ചടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, അവൻ പിടിച്ചു നിന്ന്. ഇന്ന് പല പാസ്റ്റർമാരും തിരിച്ചടിക്കാൻ പറ്റാത്ത കഴിവില്ലാത്തവരല്ല, അവർ പിടിച്ചു നിൽക്കുക. കാരണം ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ മോളുടെ +2 കഴിയും. ശ്രോത്രം. ഇനി അടുത്ത ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ 10ാം ക്ലാസ് പൂർത്തീകരിക്കും. അതുകൊണ്ടാ മോശ പിടിച്ചിരിക്കുന്നത്. ശ്രോത്രം പറഞ്ഞേ. ഈ ആമേൻ പദ്ധതിക്ക് വേണ്ടി മോശ ഇങ്ങനെ മുൻപിലോട്ട് കടന്നു പോകുമ്പോൾ നോക്കിക്കേ, ഇതിന്റെ നിറവും ഗുണവും ടേസ്റ്റൊക്കെ പഠിക്കാൻ പോകുകയാണ്. ആമേൻ സ്തോത്രം. ഇതിന്റെ ഗുണം ശ്രദ്ധിക്കണം. 30 ലക്ഷം പേർക്ക് ദൈവം കൊടുത്തത് മാറയെ, കയ്പിനെ മധുരമാക്കി കൊടുത്തു. ശ്രദ്ധിക്കണം. മാറയുടെ അടുത്തേക്ക് വന്നപ്പോൾ കുറച്ച് വെള്ളം കണ്ടു. ആ മാറ എന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവിടുന്ന് കയ്പായി. ആ കയ്പായതിനെ മധുരമാക്കി ദൈവം കൊടുത്തു. നോക്കിക്കേ, വായിക്കാം. സംഖ്യാപുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 10ഉം 11ഉം വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ എന്താണ് തൻ്റെ മോശ പറഞ്ഞിരിക്കുന്നത്? വായിച്ചത് 33 അതിൻ്റെ 10ഉം 11ഉം വാക്യം. മതി അഭിഷത്തെ ഒരു മിനിറ്റ്. എലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ അവരെന്ത് ചെയ്തു? പാളയമിറങ്ങി ആടി തുടങ്ങി. എലീമിൽ എത്തുന്നത് വരെ ഇവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. നോക്കിക്കൊള്ളണം. ഇവരൊരു തക്കം പാത്തിരിക്കുക, എവിടെ വച്ച് ഇദ്ദേഹത്തിന് അടി കൊടുക്കാം. സ്തോത്രം. മോശയുടെ എലിമിലേക്ക് അവിടെ പുറപ്പെട്ട ചെങ്കടലിനരികെ പാളയം ഇറങ്ങിയപ്പോൾ നോക്കി, അതിന്റെ മുകളിലോട്ട് നമ്മൾ വായിച്ചു വരുമ്പോ 9ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മാറാക്കിൽ നിന്ന് പുറപ്പെട്ട ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അവിടെ പാളയം ഇറങ്ങി. എന്തൊരു സന്തോഷം കണ്ടോ. മാറയിൽ നിന്ന് പുറപ്പെട്ട് എലീമയിലെത്തി. എലീമിൽ എന്തുണ്ടായിരുന്നു? 12 നീരുറവയും പിന്നെ 11 പിന്നെന്തുണ്ട്? ഈന്തപ്പനയും ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോ വെള്ളം മാത്രമല്ല, പിന്നെ എന്ത് കിട്ടി? ഉറവ ഒന്നല്ല, 12 ഉറവകൾ. ഈ ഭൂമിക്കടിയിൽ എത്ര ഉറവ ഉണ്ടെന്നറിയാമോ? 30 ലക്ഷം ജനം നിപ്പുണ്ട്. എത്ര കോടി ഉറവ ഈ ഭൂമിക്കടിയിൽ ഉണ്ടെന്നറിയാമോ? അറിയണമെങ്കിൽ ബൈബിളിലേക്ക് വരണം. 12 കോടിക്കധികം ഉറവ ഈ ഭൂമിക്കടിയിലുണ്ട്. 12 കോടിക്കധികം ഉറവ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ പറമ്പിൽ ഒരു കിണർ കുത്തണമെങ്കിൽ ഒരാശാരിയുടെയോ മൂശാരിയുടെയോ കാര്യം വേണ്ട. നീ ചവിട്ടി നിന്നിട്ട് പറയണ, കർത്താവേ, ഇതിനടിയിൽ ഇന്ന് രാത്രി വെള്ളം ഉണ്ടെന്ന് എനിക്കറിയാം. പ്രമാണം പറയുന്നു, 12 കോടിക്കധികം ഉറവ ഞാൻ പാർക്കുന്ന ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ നീ വെള്ളം തരുന്നതിനായി സ്തോത്രം. ആശാരി വന്ന് പറയും, ഒരു കാര്യം ചെയ്യണം, നാളെ ഞാൻ അവിടെ എത്തും മുമ്പേ, സൂര്യ ഉദിക്കും മുമ്പേ വരിക്കപ്ലാവിന്റെ കിഴക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന കൊണ്ട വെട്ടണം. അതെന്തിനാ ആശാര്യം ചോദിക്കത്തില്ല, ചോദിച്ചാൽ അദ്ദേഹം വരത്തില്ല. കിഴക്ക് പടിഞ്ഞാറിലെ കൊണ്ട വെട്ടി അതിൽ നിന്ന് അദ്ദേഹം ഒരു അളവ് വയ്ക്കും. ആ അളവ് കറ തീർത്ത് വെട്ടി അതുകൊണ്ട് കുറ്റി അടിച്ചാലേ, ബാക്കി നിങ്ങൾ പറ, അതുകൊണ്ട് കുറ്റി അടിച്ചാലേ, പറഞ്ഞേ, കറയുള്ള കമ്പ് കൊണ്ട് കിഴക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന വരിക്കപ്ലാവിന്റെ ആ കമ്പ് കൊണ്ട് കറയോടെ കുറ്റി അടിച്ചാൽ എന്ത് വരൂ? സ്വത്രം 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 സ്വത്രം. പറഞ്ഞേ വെള്ളം കിട്ടൂ. കറ ഉണങ്ങിപ്പോയല്ലോ ആശാരി, വെള്ളം കിട്ടില്ല. അടുത്ത് നമുക്കൊരു ദിവസം കുറിക്കാം. ഇത് ഏത് പെന്തക്കോസാ? പറ. രക്ഷിക്കപ്പെട്ടവരെ കറ തീർത്തതേ
നിന്റെ സകല കേടും തീർക്കുന്നത് ദൈവവചനമാ. എല്ലാ കേടും തീർത്ത് ആശാരിയെ ഉണ്ടാക്കിയവൻ എൻ്റെ കർത്താവ് ആരായിരുന്നറിയാമോ? ആരാ? തച്ചൻ്റെ മകൻ. നമ്മൾ ആരാ ഒന്ന് പറഞ്ഞാട്ടെ. തച്ചൻ്റെ മകനായിരിക്കുന്ന നമ്മൾ ആരാ ഒന്ന് പറഞ്ഞേ. ഹലോ, കൂടെ ഉണ്ടോ? സിംഹത്തിന്റെ കുട്ടികൾ ആരാ? സിംഹക്കുട്ടികൾ. അപ്പൊ ആശാരിയുടെ മക്കൾ ആരാ ഒന്ന് പറഞ്ഞേ. ഒന്ന് പറയുന്നത്, നിങ്ങൾ എന്താ മിണ്ടാതിരിക്കുന്നത്? റെസ്പോണ്ടിങ്. ആശാരിയുടെ മക്കൾ ആരാ? ആശാരി കുട്ടികൾ. നമ്മൾ ആരാ? നമ്മൾ കുറ്റി അടിക്കും. നമ്മൾ കുറ്റി അടിച്ചാലും വെള്ളം കിട്ടും. അടിച്ചു നോക്ക്, ഉറപ്പിച്ചെന്ന് രാത്രി പറയാം. നമ്മൾ നിങ്ങളൊന്നും മിണ്ടാതിരുന്ന് ഉറങ്ങുന്നു. പുലിയുടെ കുട്ടികൾ ആരാ? പറഞ്ഞേ. പുലിയുടെ കുട്ടികൾ ആരാ? പുലിക്കുട്ടികൾ. സിംഹത്തിന്റെ കുട്ടികൾ ആരാ? സിംഹക്കുട്ടികൾ. ആനയുടെ കുട്ടികൾ ആരാ? അയ്യോ പാസ്റ്റർ, ആനക്കുട്ടികൾ. ആട്ടിന്റെ കുട്ടികൾ ആരാ? ആട്ടിൻ കുട്ടികൾ. പുലിക്കുട്ടികൾ ആരാ? പുലിക്കുട്ടികൾ. പട്ടിക്കുട്ടി ആരാ? പട്ടിക്കുട്ടി. ആശാരിക്കുട്ടി ആരാ? ആശാരിക്കുട്ടി. അപ്പൊ നമ്മൾ അടിക്കും കുറ്റി. കുറ്റി ആരടിക്കും? തങ്കമാൻറ്റി നമ്മളടിക്കും. ആ ഏരിയയിൽ ഒരു ബന്ധക്കോസാരൻ കുറ്റിയും കൊണ്ട് വന്ന ആശാരിയും കൊണ്ട് ഓട്ടിക്കണം. തങ്കമാൻറ്റി സ്വത്രം. തങ്കമാൻറ്റി ഏൽപ്പിച്ചിരിക്കുക ആ ഏരിയയിൽ. സ്വത്രം. വരിക്കപ്ലാവ് കന്നി. ഞാൻ പറയട്ടെ, നമ്മൾ ബന്ധക്കോസർ ഏത് മൂലയിലാണ് കല്ലിടുന്നത്? വീട് വയ്ക്കുമ്പോൾ കല്ലിടുന്നത് ഏത് മൂലയില ഒന്ന് പറഞ്ഞേ. ഒരാൾ അഡ്മിറ്റ് ചെയ്ത് ബന്ധക്കോസർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ വീട് വയ്ക്കുമ്പോൾ ഏത് മൂലയില കല്ലിടണ്ടേ? പറഞ്ഞേ. അയ്യോ പാസ്റ്ററെ, കന്നിമൂലയില. കന്നിമൂല ഗണപതിയായിരിക്കുന്ന ഗണപതി. കന്നിമൂല ഇരിക്കുന്ന ആരെന്നറിയാമോ? ഗണപതി. അവിടെ ഇടല് കല്ല് അവിടെ പെന്തക്കോസ്തർ ഇടരുത്. എന്നാൽ നമ്മൾ വിട്ടിറങ്ങിയത് എന്തിനാ? കന്നിമൂല എവിടെയെന്നറിയാം? മേശിരിയുടെ പറയണം. മേശിരി കന്നിമൂലയിൽ ഇടണം. സമയം ഞാൻ പറയും. അപ്പൊ രാഘൂറുണ്ട്. കന്നിമൂലയിൽ നിങ്ങൾ കുറ്റി അടിച്ച് ഇനിയിപ്പം അവിടെ ഇനി കല്ലിടണ്ട. സ്വത്രം പറ. കന്നിമൂലയിൽ കല്ലിടരുത്. ഇന്ന് രാത്രി വചനത്തിനകത്തേക്ക് വരണമെന്ന്. ഇന്ന് പലതും കെട്ടപ്പെട്ടിരിക്കുക. പലതും പുറത്തു വരാൻ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എല്ലാം ചെയ്തു. എന്നെ കല്ലിടാൻ വിളിച്ചു ഒരു വീട്ടിൽ. ഒന്നല്ല, ഒത്തിരി വീട് കല്ലിട്ടു. പ്രൈസ് ദി ലോർഡ്. ഒന്നും ഈ ഇടയ്ക്ക് ഒരു കല്ലിട്ടു. പാസ്റ്റേ, അതാണ് കന്നിമൂല. അപ്പൊ ഇത് ഏത് മൂല? ഇത് മൂലയ്ക്ക് പ്രത്യേകത ഉണ്ടല്ലോ. ഇത് വടക്കേ മൂല. അതേതാ? തെക്കേ മൂല. അത് പടിഞ്ഞാറേ മൂല. അപ്പൊ തെക്ക് വടക്കിട്ടാന്തോ? അയ്യോ അത് പറ്റില്ല. കിഴക്ക് പടിഞ്ഞാറോ? അതും പറ്റില്ല. സോദരൻ പറഞ്ഞിട്ടേ, കന്നിമൂല അവിടെ ഇരിക്കട്ടെ, അതെനിക്ക് വേണ്ട. ഞാൻ ഈ മൂല കല്ലിടും. സോദരൻ പറ. ഇന്ന് രാത്രി കന്നിമൂലയിൽ നമുക്ക് വേണ്ട കേട്ടോ. ആമേൻ. കന്നിമൂലയ്ക്കുള്ളത് അത് ഗണപതിക്കുള്ളതാ. അത് നമുക്ക് വേണ്ട. സ്തോത്രം. ഇന്ന് രാത്രി ദൈവ പൈതലേ, നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ നീ ഈ നാളുകളിൽ മാറേണ്ടത് മാറി ചിലതൊക്കെ അടിമത്വത്തിൽ നിന്ന് കയ്യിൽ പിടിച്ചിരിക്കുന്നതിനെ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നേ ദൈവം നിനക്ക് വേണ്ടി വലിയ വഴികൾ തുറക്കും. ഹല്ലേലൂയ. 100-ലപ്പുറം വീടുകൾക്ക് ഞാൻ കല്ലിട്ടിട്ടുണ്ട്. ഒന്നും കന്നിമൂലയിലല്ല കേട്ടോ. സ്വത്രം. ഇവിടെ നമ്മൾ വന്നത് ആമേ സ്വത്രം. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ആശാരിയുടെ കുട്ടികൾ പറയണം കേട്ടോ. ആശാരിയുടെ കുട്ടികളെ നമ്മളാരാ? വചനം യോഗനം പറയുന്നത് മക്കളെങ്കിലോ പറ അവകാശികളും. അപ്പം നമ്മളാരാ? മക്കൾ. ആരുടെ മക്കൾ? ആശാരിയുടെ മക്കൾ. അവൻ നമ്മുടെ അപ്പനാരാ? ആശാരി. തച്ചന്റെ മകനാരാ? ആശാരി. ആശാരിയുടെ കുട്ടികളാരാ? ആശാരി കുട്ടികൾ. സ്വതന്ത്രം പറ. അപ്പോൾ ഞാനും കുറ്റിയടിച്ചാൽ വെള്ളം കിട്ടും, തങ്ങന്മാരുടെ കുറ്റിയടിച്ചാൽ വെള്ളം കിട്ടും, ഇവിടെ ഇരിക്കുന്ന ഓമനസിസ് കുറ്റിയടിച്ചാലും വെള്ളം കിട്ടും, പ്രൊഫസർ അടിച്ചാലും വെള്ളം കിട്ടും. ഇനി വേറെ ഏതാ? ഈ ഇരിക്കുന്ന ആമേൻ ജോബി കുറ്റിയടിച്ചാലും എന്ത് കിട്ടും? വെള്ളം കിട്ടും. ആമേൻ. സ്വതന്ത്രം. ഇന്ന് രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. കന്നിമൂലയെ കൊണ്ടുവന്ന് കുറ്റിയടിച്ച് വരിക്കപ്ലാവിന്റെ കൊമ്പും വെട്ടി അത് വച്ചിട്ട് വലിയ നാളുമായിട്ടില്ല. അത് കിഴക്ക് പടിഞ്ഞാറ് നിൽക്കുന്നത് വെട്ടാൻ പാടുള്ളൂ. ഇല്ലാത്ത വെട്ടിക്കഴിഞ്ഞാൽ കറ വരത്തില്ലെന്ന്, കറ ഉണങ്ങിയ കുറ്റിയടിക്കത്തില്ലെന്ന്. എന്ന് രാത്രി പഴഞ്ചൊല്ലുകളെ മാറ്റുക, കെട്ടുകഥകളെ മാറ്റുക. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു തലമുറ ഈ തലമുറയിൽ അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, ഈ സീസണിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും.
ഈ തലമുറയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞ വേറെ ആരുമല്ല, ദൈവമാണ്. എന്നറിയാമോ? അബ്രഹാം വിടേണ്ടതെല്ലാം വിട്ടിറങ്ങി. സ്വതന്ത്രം പറ ആമേൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണെന്നേ. അടുത്ത വാക്കൊന്ന് വായിച്ച കർത്തദാസിയെ, 11-ാമത്തെ വാക്യം. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട സീൻ മരുഭൂമിയിൽ പാളയം ഇറങ്ങി. അപ്പൊ ചെങ്കടലിന്റെ അരികിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ ഒരു പാളയം ഇറങ്ങി. താഴോട്ട് നിങ്ങൾ പിന്നെ വായിച്ചോളണേ, അധ്യായം വിട്ടുകളയരുത്. അത് പോയി നിൽക്കുന്നത് സമാഗമന കൂടാരത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. വിട്ടുകളയരുത്. അപ്പൊ സീൻ ചെങ്കടലിൽ നിന്ന് അവർ കയറി പുറപ്പെട്ട് നേരെ ചെങ്കടലിനരികിൽ കൂടെ അവർ നേരെ പോയി സീൻ മരുഭൂമിയിൽ പാളയം. കാരണം ഈ സീൻ മരുഭൂമിക്കകത്ത് മുൻകാലങ്ങളിൽ യുദ്ധം സംഭവിച്ചു, ഒരു ഭയങ്കര യുദ്ധം. ഈ യുദ്ധത്തിനകത്തു നിന്ന് പാളിപ്പോയവരെയൊക്കെ ഒതുക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ജനത്തെ കൊണ്ട് നിർത്തിയത് സീൻ മരുഭൂമിയുടെ അരികത്താണ്. താഴോട്ട് 12, 13, 14, 15 വാക്യങ്ങളും 16, 17, 18 ഒക്കെ വായിക്കുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. വായിക്കേണ്ട, എനിക്ക് വേറെ അദ്ദേഹത്തിലേക്ക് പോകാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും 16-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് മുമ്പിലോട്ട് പോവാം. വായിച്ച് അതിന്റെ 16-ാമത്തെ വാക്യം. സീനായി മരുഭൂമിയിൽ പുറപ്പെട്ട കിബ്രോത്ത് ഹത്താവയിൽ പാളയം ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സീൻ മാറി ഇപ്പൊ എവിടെയായി? സീനായി മരുഭൂമിയിൽ കൂടെ അവരിങ്ങനെ കടന്നു പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ മരുഭൂമിയിൽ പുറപ്പെട്ട് കിബ്രോത്ത് എന്ന സ്ഥലത്തേക്ക് അവരെന്ത് ചെയ്തു? ഓരോ സ്ഥലത്ത് പാളയം ഇറങ്ങുമ്പോ അതെല്ലാം എഴുതി വെക്കുകയാ. പണ്ട് ഈ ഡയറി എഴുതുന്നവർക്കറിയാം, ചിലതൊക്കെ എഴുതി വെക്കുന്നത് നല്ലതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അത് വേറെ ആരും എടുത്ത് വായിക്കരുത്. അതവിടെ നിർത്തുന്നു. ഇന്ന് രാത്രി ഈ ജനം ഇങ്ങനെ പാളയമടിച്ചും പാളയം ഇറങ്ങി, പാളയമടിച്ചും പാളയം പൊളിച്ചും പിന്നെയും ഇറങ്ങി, പിന്നെയും തമ്പടിച്ച് അവർ മുമ്പിലോട്ട് പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു കൂട്ടം ജനമണിയിട്ട് പിറുപിറുക്കാൻ. സ്തോത്രം. നിനക്ക് ഞാൻ, ഒരു സമൂഹം പറഞ്ഞു, നിനക്ക് ഞാൻ ആഹാരം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഗ്രൂപ്പ് വെല്ലുവിളിച്ചു, നിനക്ക് ഞാൻ ആഹാരം തരത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർക്കുള്ള മറുപടി ഇത് അടുത്തു വരുന്നു. ആമേൻ, സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഒരാൾ വായിക്കുമ്പോൾ, എബേസ്യലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒരാൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വേറൊരാൾ വായിക്കുമ്പോൾ, വായിച്ച് യോഹന്നാൻ സുവിശേഷം 3-ന്റെ 16-ാമത്തെ വാക്യം. സ്തോത്രം. വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നോയിക്കേ, ആ 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അത് കറുത്തവനോ വെളുത്തവനോ, ആമേൻ, സ്തോത്രം, മറ്റ് ഇത് ജീവിക്കുന്ന ആരെന്നല്ല വിഷയം. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇങ്ങനെ പ്രസ്താവിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൽ നിൽക്കുന്ന എവിടെ കളിക്കളമല്ല, പിന്നെ എവിടെയാ? പോർക്കളമാണ്. അവൻ ഡെയിലി നിൽക്കുന്നത് പോർക്കളത്തിലാണ്. അവനെ ദൈവത്തിലെ ആമേൻ പ്രയോജനപ്പെടുന്ന ഒരു മനുഷ്യനാക്കി, ഒരു വ്യക്തിയാക്കി, ഒരു ദൈവത്തിന്റെ അഭിഷക്തയാക്കി, ഒരു ദൈവത്തിന്റെ അഭിഷക്തനാക്കി പുറത്തു കൊണ്ടുവരുമെങ്കിൽ യേശു 40 ദിവസം ഉപവസിച്ചു. ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യേശു 40 ദിവസം ഉപവസിച്ച ശേഷം തന്നെ ആമേൻ, സ്തോത്രം, മരുഭൂമിയിലേക്ക് ശത്രുവായവൻ നടത്തുകയാ. നോക്കിക്കേ, ആമേൻ, 40 ദിവസം കർത്താവിരിക്കുക, ഉപവാസം. എപ്പോഴാ? സ്നാനമേറ്റ ഉടൻ. ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. എന്നാൽ ഒരു ഭാഗത്ത് പറയുന്നു, ലോകവും അതിന്റെ മോഹവും എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. ദൈവത്തെ സേവിക്കുന്നവനോ ഒരു നാളും കുലുങ്ങാതെ എന്നേക്കും ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു ഭാഗത്ത് പ്രവാചകൻ പറയുന്നു, നിന്റെ പാപം കടിച്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും.
അടുത്ത് പറയുന്നു, രക്താംബരം ചുവന്നിരുന്നാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കും. അതിൽ കൂടെ നിത്യനായ അത്യശക്തിയുള്ള നിത്യപിതാവായ സമാധാനത്തിന്റെ ദൈവമായ അദർശനായ ഇന്നും എന്നേക്കും നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഇമ്മാനുവേലാണ്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന പ്രഖ്യാപിക്കുന്ന ദൈവം എന്ന് പറയാൻ അവൻ മാത്രം യോഗ്യൻ. അതാണ് എബേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വായിച്ച് 2-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എടുത്തു വരുന്നത് പെട്ടെന്ന് വായിച്ചു. 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. കൃപയാലല്ലോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും ഞങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. രക്ഷിക്കപ്പെട്ടതിന്റെ കാരണം പൗലൂസല്ല, അത് ദൈവമാണ്. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ചിന്തിക്കണം, അയ്യോ ദൈവത്തിന്റെ ദാസിയെ, അയ്യോ ദൈവത്തിന്റെ ദാസനെ, ഞാൻ ഇങ്ങനെ കാര്യങ്ങളിലേക്ക് കടന്നുപോയി, ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറയണം. അതെന്റെ മിടുക്കല്ല കേട്ടോ. ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ മഹാകൃപയാണ്, മഹാകരുണയാണ് എന്ന് പറയാൻ ഇന്ന് രാത്രി പ്രാഗൽഭ്യത്തോടെ ഇരിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാനമാകട്ടോ. മഹാസന്തോഷം. ഏതാ സന്തോഷം? നിത്യസന്തോഷം കൊണ്ട് അവൻ എന്നെ ധരിപ്പിച്ചിരിക്കുന്നു. നിത്യസന്തോഷം കൊണ്ട് അവൻ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എന്ന ഒരു ഭാഗത്ത് പറയുന്നതാ, തന്റെ ഭക്തന്മാരുടെ തലയിൽ എന്തുണ്ട്? നിത്യാനന്ദമുണ്ട്. പ്രൈസ്. തലയിൽ എന്തുണ്ട്? നിത്യാനന്ദമുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 35-ാമത്തെ അധ്യായം യെശയ്യാവ് 35-ന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പ്രവാചകൻ പറയുന്നത് ദൂത് കേട്ടെ. പ്രൈസ് ദി ലോർഡ്. കേട്ടെ. 35-ന്റെ 10, 51-ന്റെ 11, 35-ന്റെ 10. മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടാകും. കണ്ടോ? നിത്യാനന്ദം. സന്തോഷത്തോടും ഉല്ലാസത്തോടും ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്റെ തലമേൽ നിത്യാനന്ദ തൈലമുണ്ട്. ആരുടെ തലയിൽ? ഇസ്രായേലിന്റെ തലയിൽ. ഒരു ആമേൻ, ഗ്ലോറി പറ. മിണ്ടാതിരിക്കാതെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്തുണ്ട്? അവരുടെ തലയിൽ എന്തുണ്ട്? നിത്യാനന്ദമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നിത്യാനന്ദ തൈലം ഒരു സമയത്തും മാറിപ്പോകത്തില്ല. കഷ്ടതയിലും സഹിഷ്ണുതയിലും പ്രത്യാശയിലും എല്ലാ സമയത്തിലും, ഏത് ഞെരുക്കത്തിലും, ഏത് ദുഃഖത്തിലും, ഏത് ഭാരത്തിലും, ഏത് വിഷമത്തിലും, ഏത് സങ്കടത്തിലും, ഏത് ഒറ്റപ്പെടലുകളും, ഏത് ഘട്ടത്തിലും ഈ നിത്യാനന്ദം രക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ തലയിൽ അവൻ വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാ നീ മാറി എന്ന് കരയുന്നേ? സ്തോത്രം. ഹല്ലേലൂയ. അതാണ് വേദപുസ്തകം പറയുന്നത്, നീ മനുഷ്യനെ പേടിക്കരുത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ഭയം ഒരു കെണിയാണ്. മനുഷ്യനെ ഭയപ്പെടുത്തും. അതിനകത്ത് നീ കുടുങ്ങിപ്പോകരുത്. അവർ പറയും, ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു. ഞാനിങ്ങനെ പറയാറുണ്ട്, തങ്കമ്മയൊക്കെ പറയാറുണ്ട്, കുരയ്ക്കുന്ന പട്ടി ലിറ്റി പറ, കുരയ്ക്കുന്ന പട്ടി പറഞ്ഞേ, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല. അഥവാ കടിച്ച ഭാഗ്യം. ആമേൻ. ചെയ്യുന്നവനൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തടസ്സവും ഉണ്ടാകത്തില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവർ നേരെ കൈ ഉയർത്തുമ്പോ, എന്ന് രാത്രി ഫറവോനെ നീ ഒന്ന് സൂക്ഷിക്കണം. നീ ഉയർത്തുന്നത് ആരെ നേരെയിലാണെന്ന് അറിയാമോ? എന്ന് രാത്രി സ്വപ്നത്തിലെ ദൈവം പറയുന്നു, നിന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ദൂത് വ്യക്തമായി വിളിച്ചു പറയുക. എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന ആലോചന അത്ര വ്യക്തമാണ്. ഇന്ന് ആ ദൂതിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സ്തോത്രം. തിരിച്ചു വേഗം മടങ്ങി വരാം. ആമേൻ. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. വെളിപ്പാട് 7:10. വെളിപ്പാട് 7:10.
രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയുമെന്ന് അവർ അത്യുച്ചത്തിൽ ആട്ടുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷ എന്നുള്ളത്, ഇത് ഇസ്രായേലിനു വേണ്ടി ലക്ഷ്യം വെച്ച് പറയാ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവരായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഓ ഗ്ലോറി ടു ഗോഡ്. അത്യുച്ചത്തിൽ പറയാൻ പറ്റുമോ? എന്ന് രാത്രി സ്തോത്രം ചെയ്ത് പറയാൻ പറ്റുമോ? നമ്മുടെ കർത്താവ് ആമേൻ ആരാധന കൊതിയനാണ്, ആരാധന പ്രിയനാണ്. ഏത് വസ്ത്രം ധരിക്കുന്നു എന്നല്ല, നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് വില. സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. വസ്ത്രമേ ധരിച്ചു എന്നല്ല, നമ്മുടെ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിൽ മനുഷ്യനിടയ്ക്ക് ഇറങ്ങി എന്ന് പറയാ. നിനക്ക് സമാധാനം. അതവിടെ പറയുന്നത് എന്താ പറയുന്നത്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. അപ്പോ ഒന്ന് ദൈവം, രണ്ട് കുഞ്ഞാട്, അടുത്ത് ദാനം. പ്രൈസ് ദി ലോർഡ്. എന്ന് അവർ അത്യുച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ആമേൻ. ആ സങ്കീർത്തനം പറയുന്നു, അവൻ നിലവിളിക്കുകയാ. ഇന്ന് രാത്രി നിലവിളിക്കാൻ തയ്യാറാണോ? താണു വരുന്നൊരു സ്വർഗം നമ്മുടെ മുമ്പിൽ താണു വരിക. താണ് 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 ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു സ്വർഗം. അടുത്ത് നമുക്ക് വരാം. ആമേൻ. നെഹെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരപ്പെടുമ്പോൾ 9-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മന്ന സ്വർഗത്തിൽ നിന്നാണ് എന്ന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്നു. എഴുതി വെച്ചോ, മന്ന സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഈ ഭൂമിയിൽ നിന്നും ഉണ്ടാക്കുന്നതല്ല. ഇത് നെഹെമ്യാവിന്റെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, 9-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവരുടെ വിശപ്പിന് നീ അവർക്ക് ആകാശത്ത് നിന്ന് അപ്പം കൊടുത്തു, അവരുടെ ദാഹത്തിന് നീ അവർക്ക് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. നീ അവർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് അവരോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നീ അവർക്ക് സകലത്തെ നീ കൊടുത്തു. കൊടുത്ത ശേഷം നീ അതിനൊരു പേരിട്ടു. ആ പേര് മോശ മുഖാന്തരം അത് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. പക്ഷേ ഈ ജനം ആരായിരുന്നറിയാമോ? ഇവര് കൊടുക്കുന്ന സമയത്ത് മാത്രം പ്രാർത്ഥിക്കുന്നവരാ. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. വളരെ ജാഗ്രതയോടെ ഇരിക്കണം. അതിൻ്റെ തൊട്ട് താഴത്തെ 16-17 വാക്യം വായിച്ച് ഈ ജനത്തിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും അവരും ഞങ്ങളുടെ പിതാക്കന്മാരും അഹങ്കരിച്ച് ദുശാഠ്യം കാണിച്ചു. നിന്റെ കൽപ്പനകളെ കേൾക്കാതിരുന്നു, അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ചു. തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങി പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയുമുള്ള ദൈവമാകിയാൽ അവരെ കൈവിട്ടു കളഞ്ഞില്ല. ഓ ഗ്ലോറി ടു ഗോഡ്. നീ ദയുള്ളവനും ദീർഘക്ഷമയുള്ളവനുമായതുകൊണ്ട് ഈ ദുർശാഠ്യം കാണിക്കുന്ന ചില കുട്ടികളുണ്ട്. ഭയങ്കര നിർബന്ധം. എന്ത് കൊടുത്താലും നിർബന്ധം. നിർബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം, നമ്മളെ പോലെ. എന്നാലും സാറേ ദൈവം തരാന്നല്ലേ പറഞ്ഞ, സാറേ തന്നില്ലല്ലോ, എന്നാലും ദൈവത്തിന് കൊള്ളാലോ ഇത്. ഒന്ന് തറയുന്നില്ല, തരും. എനിക്കിപ്പോ വേണം. ഇപ്പൊ വേണമെങ്കിൽ മുഴക്കാല് മടക്ക്, ഇപ്പൊ തരും. അപ്പൻ പറഞ്ഞതിന്റെ മുമ്പിൽ മുഴങ്കാല് മടക്കിയാൽ ദൈവം തരും. തരില്ലേ? ഉറപ്പായിട്ടും. ഇന്ന് രാത്രി ഈ മെസ്സേജ് വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പേ ഇതിനകത്ത് മനോഭാരത്തോടെ ചില വ്യക്തികൾ വിഷയങ്ങളുമായിരിപ്പുണ്ട്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് നീ എണീക്കുമ്പോൾ നിന്റെ വിഷയത്തിന് മറുപടിയാ. ശുഡമനരഗതനാഗര വൈഡമനാരകൽക്കനാദി അടബൽക്കമനപരകതുനി വേദപരാജകൽക്കനാദി എന്ന് രാത്രി നിന്റെ വിഷയത്തിന് മറുപടി എന്ന് പറ.
നിന്റെ വിഷയത്തിന് മറുപടി എന്ന് രാത്രി നീ പറയാൻ, ഉറക്കെ പ്രഖ്യാപിക്കാൻ നീ തയ്യാറാണെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം ശക്തനാണ്. പലപ്പോഴും നമ്മൾ മാറിയിരിക്കാറുണ്ട്, പക്ഷെ ദൈവം ഇന്ന് രാത്രി മാറിയിരിക്കുന്നവനല്ല. നിനക്ക് വേണ്ടി മന്ന പൊഴിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. വായിക്കാം പുറപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു ദൂത് കാണുന്നു. വായിച്ചത് 13-ാമത്തെ വാക്യം, 16-13. വൈകുന്നേരം കാടുകൾ വന്നു പാളയത്തെ മൂടി. പ്രഭാതകാലത്ത് പാളയത്തിന്റെ ചുറ്റും മഞ്ഞു വീണു കിടന്നു. പ്രൈസ് ദി ലോർഡ്. പ്രഭാതത്തിൽ ഈ കൂടാരത്തിന് ചുറ്റും മഞ്ഞ് വീണ് കിടക്കുകയാണ്. സ്തോത്രം. ഈ മഞ്ഞിനകത്ത് വേറൊരു സംഭവം ഇരിപ്പുണ്ട്. 14-ാമത്തെ വാക്യം വായിച്ചത്, 14-ാമത്തെ വാക്യം. മഞ്ഞ് മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞ് പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു നേരിയ ഒരു സാധനം നിലത്ത് കിടക്കുന്നവർ കണ്ടു. ഇന്ന് രാത്രി മറന്നു പോകരുത്, എന്ത് സാധനമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? 16-31 വായിച്ചേ. അതെങ്ങനെ ഇരിക്കും? 16-31. ഏഴാം ദിവസം ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു. കണ്ടോ? ഈ കിടക്കുന്ന സാധനം എന്ന് പറയുന്നത്, ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് തരുന്ന ശ്രേഷ്ഠമായ സാധനമാണ് കേട്ടോ. ദൈവം തരുന്നതേ ശ്രേഷ്ഠമായതാ. റേഷനരി ആണെങ്കിൽ പോലും. സ്വതന്ത്രം പറ. ആമേൻ. റേഷൻ പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, ഇതില് വിഷമില്ലാത്ത സാധനം റേഷനരി. ദൈവം നമുക്ക് തരുന്നത് ലഘുവായി തരുന്നതിനെ മാറ്റി വയ്ക്കരുത്. ഇസ്രായേലിനെ നോക്കിയപ്പോ മന്ന വെളുത്ത നിറമാണ്. അത് ആമേൻ സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വേദാംശത്തിലേക്ക് വരപ്പെടുമ്പോൾ ആമേൻ ഒന്നുകൂടെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്കതിനെ കാണാം. നോക്കിയേ, 11-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. മന്നയോ കൊത്തമ്പാലിരി പോലെയും അതിന്റെ നിറം ഗുൽഗുലുവിന്റേത് പോലെയുമായിരുന്നു. ഈ ഗുൽഗുലു എവിടെ ഉള്ളതെന്ന് അറിയാമോ? ഏദൻ തോട്ടത്തിൽ എത്ര നദി പുറപ്പെട്ടു? 4 നദി. അതിൽ ഒരു നദിക്കകത്ത് ആമേൻ ഗുലുഗുലുവും ഗോപേദകവും പൊന്നും സകലതും ഒരു നദിക്കകത്ത് നിറഞ്ഞിരുന്നു. ആ നദി എവിടെ കൂടെ വന്നെന്നറിയാമോ? അത് ഏദൻ തോട്ടം വഴി വന്ന നദിയാ. അവിടെ ആരുണ്ട്? ദൈവനിർമ്മിതമായ മനുഷ്യരുണ്ട്. ആ നദിക്ക് അക്കരെ ഇക്കരെ എന്തുണ്ട്? നല്ല ഭംഗിയുള്ള പുഷ്പങ്ങളുണ്ട്, പൂക്കളുണ്ട്, ഫ്ലവർ, മലർ, തിലർ. എന്താ ഭാഷ ഇത്രയുണ്ടോ? ഇതെല്ലാം പൂ തന്നെ. സ്വോത്രം. പല ഭാഷയെ പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. അതെല്ലാം അതിനകത്ത് വിളഞ്ഞു വരുന്ന സാധനങ്ങളാ. നോക്കിക്കേ, ഇത് ഈ മന്നയോ കൊത്തമ്പാലരി പോലെയും അതിന്റെ നിറം ഗുലുഗുലു പോലെയും ഇരിക്കുന്നു. ആമേൻ. നോക്കിക്കേ, അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇത് തേൻ കൂട്ടിയ ദോശയ്ക്ക് തുല്യം. ആമേൻ. ഇത് ആദ്യം ഇവർ വിചാരിച്ചു മീനിന്റെ ചെള്ളൽ കിടക്കുന്ന ചെതുമ്പൽ കിടക്കുന്നത് പോലെ ഇത് വേറെ എന്തോ സാധനമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നോക്കി. പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു. നീ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ചിലത് നിനക്ക് ദൈവത്തെ കൊണ്ട് തരുന്നത്. സ്വതന്ത്രം പറ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലെ ഈ കാക്കയും വവ്വാലും മാങ്ങ കൊണ്ട് കടിച്ചു കൊണ്ടിടും. കണ്ടിട്ടുണ്ടോ?
രാവിലെ എഴിച്ചു കഴിഞ്ഞാൽ അതാണ് തീറ്റി. പല്ല് തേച്ചോ തേച്ചില്ലയോ, ആമേൻ, കൊത്തിയ മാങ്ങ അന്ന് തിന്നും. ഇന്ന് പറയും, ഓ തിന്നരുത്, അത് പാമ്പ് കടിച്ചതാണോ, പഴുതാര കടിച്ചതാണോ, ഇനി ആമ കടിച്ചതാണോ, ഇനി എലി കടിച്ചതാണോ, പേപ്പട്ടി കടിച്ചതാണോ. അന്ന് നിന്നപ്പോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. അന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു. അന്ന് നമുക്ക് എന്ത് തിന്നാം? നല്ല ഉരുളക്കിഴങ്ങ് തിന്നാം, ഗ്യാസ് ഇല്ല. ഇന്ന് ഉരുളക്കിഴങ്ങ് തിന്ന കണ്ട ഗ്യാസാ. നല്ല ചേമ്പ് മുട്ട കഴിക്കാം, അന്ന് കുഴപ്പമില്ല, ഗ്യാസ് ഇല്ല. ഇന്ന് കഴിച്ചു നോക്ക്, ഓ ഭയങ്കര പ്രശ്നമാണ്. കപ്പ പുഴുകി തിന്ന രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കപ്പയാ, ഗ്യാസ് ഇല്ല. ഇന്ന് പൈസ കൊടുക്കാതെ ഗ്യാസ് കിട്ടും. സ്തോത്രം. ചേമ്പ് തണ്ട് തോരൻ വെച്ച് കഴിക്കാം, ഗ്യാസ് ഇല്ല. ഇന്നോ അത് കണ്ടു കഴിഞ്ഞാൽ ഗ്യാസാ. ചക്കയുടെ പൂഞ്ച് മടല് അരിഞ്ഞ് തോരൻ വെച്ച് കഴിക്കാൻ ഗ്യാസ് ഇല്ല. ഇന്ന് ഗ്യാസ് ഭയങ്കര ഗ്യാസാ. അതാ ഒരു 1.5 ലിറ്റർ ഗ്യാസാ. ഏത് സമയത്തും നമുക്ക് കഴിക്കാം. അന്ന് അതേ ഉള്ളൂ. എന്നേ കൂവക്കിഴങ്ങ് അറിയാമോ? കൂവക്കിഴങ്ങ്, അത് എന്താ അവിടുത്തെ പേര്? കൂവയെന്നാ. അവിടെ എന്താണ് കൂവയെന്ന് അറിയില്ല. ആ സാധനം വെളുത്തിട്ട് സാധനം ഉണ്ടല്ലോ, കൊത്തമ്പാലിൽ നീളമുള്ള സാധനം, മണ്ണടിക്കുന്ന സാധനം, അത് കഴിക്കാം, ഏത് സമയം കഴിക്കാം. പക്ഷെ ഹലോ, ഇന്ന് ഗ്യാസ് കറിയില്ലേ. കാര്യം എന്നറിയാമോ? എന്താ കാര്യം? ഇന്നത്തെ മണ്ണിൽ വിഷാംശം, അന്നത്തെ മണ്ണിൽ വിഷാംശമില്ല. ഇന്നത്തെ മണ്ണിൽ പ്ലാസ്റ്റിക്, അന്നത്തെ മണ്ണിൽ പ്ലാസ്റ്റിക് ഇല്ല. മൊത്തം കരിയിലായിരുന്നു. ചാരം, ചാമ്പൽ, നമ്മൾ അടുപ്പ് തീ എത്തിക്കുമ്പോൾ ഒരു സാധനം വരുമല്ലോ, പൊടി, ചാരം, അതാണ് അന്നിടുന്നത്. ഇന്നോ തീ എത്തിപ്പില്ലല്ലോ. ഗ്യാസിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പൊടിയലല്ലേ നമ്മൾ ഇന്ന് ചാമ്പിന്റെ മുട്ടിലൊക്കെ ഇടുന്നത്. അതുകൊണ്ട് പിന്നെ ഗ്യാസ് കാണാതെ. സ്തോത്രം. ദൈവം കൊടുക്കുന്നതിന് ഗ്യാസ് ഇല്ല. ദൈവം കൊടുക്കിയ ജനത്തിന് ഈ മന്ന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനമാണ്, ക്രിസ്തുവിന്റെ നിഴലാണ് മന്ന. പിതാവായ ദൈവം പുത്രനെ കാണിക്കുന്നു. പുതിയ നിയമത്തിലെ നിഴലായി, ക്രിസ്തുവിന് നിഴലായി ഈ മന്ന തന്റെ ജനം ഭക്ഷിക്കുമ്പോൾ അതെവിടെ കൊടുത്തു? മരുഭൂമിയിലാണ് മന്ന പൊഴിച്ചത്. ഇന്ന് രാത്രി ഒരു മന്നയ്ക്കായി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി നിന്റെ കണ്ണീര് തുടയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട് നിന്റെ വീട്ടിന്റെ മുൻപിൽ. അന്ന് കാക്ക കൊത്തിയിട്ട മാങ്ങ പോലെ അല്ല നിനക്ക് തരാൻ പോകുന്നത്. നീ പ്രാർത്ഥിച്ച് ഉറങ്ങി എണീക്കുമ്പോൾ നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ നീ ഇതുവരെ കാണാത്ത അത്ഭുതം നീ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ശമനപരഗതുരി വൈഡകരാജകൽക്കനാദി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിന്റെ ടേസ്റ്റ് കണ്ടോ? ഭയങ്കര ടേസ്റ്റ് അല്ലേ? തിന്നാൻ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോ ആ 11-ാമത്തെ വാക്യത്തിന്റെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. ജനം നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. എന്റെ മക്കളെ ഒരലറിയാമോ? ഒരല് അതെന്താ പാസ്റ്ററെ? ഒരല് തിരികല്ലറിയാമോ? ജോബി തിരികല്ലറിയാടാ? ഓ, അതെന്നാ പാസ്റ്റർ തിരികല്ല്? അത് തങ്ങന്മാരിക്ക് ഷെയർ ചെയ്തിരിക്കുക. തങ്ങന്മാരോട് ചോദിക്കും, നമ്മൾ തരാം. സ്വോത്രം പറഞ്ഞില്ലേ? അപ്പൊ കല്ലുകൊണ്ട് തിരികല്ലുണ്ട്. ഒരു ഒലക്കയ്ക്ക് 2 സൈഡുണ്ട്. ഒന്ന് തിരിക്കാനും മറ്റത് പൊടിക്കാനും. സ്വോത്രം പറ. നെല്ല് പുഴുങ്ങിയിട്ട് ഒലക്കയുടെ ഒരു ഭാഗം കൊണ്ട് ഇതിനെ മെതിച്ച് അതിന്റെ തോല് മാത്രം കളയും. അതിന്റെ പേരാണ് ഊമി. പല്ല് തേക്കാൻ എടുക്കുന്നില്ലേ? ഓ, പല്ലേ തേക്കില്ല പാസ്റ്റർ, പിന്നെ എങ്ങനെ? ആ സാധനം. 2 ആമേ സ്തോത്രം പൊടിക്കുക. അതിന് ഗ്യാപ്പ് ഒന്നുണ്ട്. അത് നല്ല മെഴുമഴായിരിക്കും ഒരു സൈഡില്. ആമേൻ. അത് വിട്ട് അങ്ങോട്ട് ഇടിച്ച് പൊടിക്കുക. വായിച്ചേ. ജനം എന്ത് ചെയ്തു? നടന്നു പറക്കി തിരികലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ അപ്പമുണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു.
അതിന്റെ രുചി എണ്ണ തേച്ചുണ്ടാക്കിയ ദോശ പോലെ. ഈ എണ്ണ ചേർത്തുണ്ടാക്കാറുണ്ടോ? ഓ പാസ്റ്റർ എത്രയോ ദിവസമായി എൻ്റെ ചേട്ടൻ അരിയായിട്ട് തന്നിട്ട്. നിനക്കെന്ത് ആട്ടാൻ കുഴപ്പം? ചേട്ടൻ ആട്ടിയാലേ ആടൂ. ഇവര് നടന്ന് പറക്കി കൊണ്ടുവന്ന് അരച്ച് അത് എണ്ണ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് തിന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇന്ന് ഇങ്ങനെയിട്ട് അരയ്ക്കാത്തത് കൊണ്ടെന്ന് പലതിനും കൈ പോലും അനക്കാൻ വയ്യ. സ്തോത്രം. പണ്ടെല്ലാം കൈയൊക്കെ മുതുവിൻ്റെ അവിടെ എത്തുമായിരുന്നു. ഇപ്പം ഇത് ഇത്ര എത്തുള്ളൂ, അത് മുകളിലോട്ട് പൊങ്ങത്തില്ല. കാരണം എന്താ പറയുക, ഇത് ഇടയ്ക്കൊന്ന് അരയ്ക്കണം. ഹല്ലേലൂയ. പണ്ട് ഈ കൈ അവൻ സ്വന്തം അന്ന് ഈ കിണറ്റിനകത്ത് വെള്ളം വലിച്ചു വരുമായിരുന്നു. അതുകൊണ്ട് എപ്പോഴും എക്സസൈസ് ഉണ്ടെന്നേ, കുഴപ്പമില്ല. ഇന്നോ നടക്കാൻ പോലും വയ്യത്തില്ല. പ്രൈസല്ലോ. ചിലർ എന്തിനേറെ രജിസ്റ്റർ വീട്ടിലോട്ടിറങ്ങി പോയിട്ട് തിരിച്ചു കയറുന്ന പാടിരിക്കാനും അറിയാം. പ്രൈസല്ലോ. ആമേൻ. ഹല്ലേലൂയ. അവര് നടന്നു പറക്കിയെന്ന്. 9ാമത്തെ വാക്യം എന്താ പറയുന്ന അറിയാമോ? രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ മഞ്ഞയും പൊഴിയും. ഇന്ന് രാത്രി ഏതൊക്കെ കുടുംബത്തിനകത്ത് ദൈവാത്മാവ് ഒഴിഞ്ഞിരിക്കുന്ന നിറയ്ക്കാൻ പോകുക കേട്ടോ. എന്തൊക്കെയോ കുടുംബത്തിനകത്ത് പരിപ്പോ പയറോ പൊടിവർഗ്ഗങ്ങളോ എന്തൊക്കെയോ തീർന്നിരിക്കുക. ആ തീർന്നിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നിറയ്ക്കാൻ ദൈവം ശക്തനാ. ചില ഹൗസ് വാമിനൊക്കെ പോകുമ്പോൾ ദൈവാത്മാവ് നിയോഗം തരും. ദൈവദാസനെ നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ, ദൈവം നിങ്ങൾക്ക് സകലതും തരുവാൻ ദൈവ ശക്തനാ. ഹല്ലേലൂയ. എവിടെയെല്ലാം ഹൗസ് വാമിംഗ് നടത്തിയിട്ടുണ്ടോ എനിക്കൊരു ഓർമ്മയില്ല. എത്ര നടത്തി എനിക്ക് തന്നെ ഓർമ്മയില്ല. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം അവർ കൊടുത്തിരിക്കുന്ന നന്മകൾ മേൽത്തരമായ. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാം, ഈ ദൂതിനനുസരിച്ച് പറയാം. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ, എന്ത് പൊഴിയുമ്പോൾ പറ, മഞ്ഞ് പൊഴിയുമ്പോൾ പറഞ്ഞേ, വാ തുറന്നു പറ. രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ, പാളയം എന്ന് പറഞ്ഞ നീ താമസിക്കുന്ന വീട്ടിന്റെ മുകളിൽ മഞ്ഞ് പൊഴിയുമ്പോൾ അടുത്തെന്താ പറയുന്നത്? മഞ്ഞയും പൊഴിയും. ഇന്ന് രാത്രി മഞ്ഞ് പൊഴിഞ്ഞ രാത്രിയാ. ഇന്ന് മഞ്ഞ് പൊഴിയുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് മഞ്ഞ പൊഴിയും. നിന്റെ തലമുറയിൽ ഒരു മഞ്ഞ പൊഴിയും. നിന്റെ കുടുംബത്തിൽ ഒരു മഞ്ഞ പൊഴിയും. നിന്റെ കുടുംബ ജീവിതത്തിൽ ഒരു മഞ്ഞ പൊഴിയാൻ പോകുകയാ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു മഞ്ഞയുടെ അത്യന്ത വ്യാപാരം ഇറങ്ങി വരാൻ പോകുകയാ. രാത്രി യാമങ്ങളില് നീ കരയുന്ന കണ്ണുനീരിന് തുള്ളികൾക്ക് മഞ്ഞക്കട്ടയുടെ വിലയുണ്ട് കേട്ടോ. അത് കൊത്തമ്പാലരി പോലെയാണ് കേട്ടോ. അത് എണ്ണ ചേർത്ത ദോശയാണ് കേട്ടോ. അത് കഴിക്കുമ്പോഴേ അതെ സ്തോത്രം, തേൻ കൂട്ടിയത് പോലെ ഈ ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത, ഈ ലോകത്തിൽ ആർക്കും, ഈ ഭൂമിയിൽ ആർക്കും, ഒരു വ്യക്തികൾക്കും, ഒരു സ്നേഹിതനും, ഒരു സഹപാഠിക്കും, നിന്റെ പ്രിയപ്പെട്ടവനും തരുവാൻ കഴിയാത്തത്, നിന്റെ മക്കൾക്ക് തരാൻ കഴിയാത്തത്, നിനക്ക് ജന്മം തന്ന പിതാവിനോ മാതാവിനോ തരാൻ കഴിയാത്തത് എന്റെ ദൈവത്തിന് തരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? നീ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരാൻ അവൻ ബാധ്യസ്ഥനാണ്. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് അവൻ മഞ്ഞ പൊഴിക്കും. നീ ഇരിക്കുന്ന സ്ഥലത്ത് അവൻ മഞ്ഞ പൊഴിക്കും. മഞ്ഞ് പൊഴിക്കും. ഒരു മഴയ്ക്ക് വേണ്ടി, ഒരു കൃപയുടെ മഴയ്ക്ക് വേണ്ടി, ഒരു മഞ്ഞിന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്? മുറവിളി മാറാൻ പോകുകയാ. തേങ്ങലുകൾ മാറാൻ പോകുകയാ. കണ്ണുനീരുകൾ മാറാൻ പോകുകയാ. വേദനകൾ മാറാൻ പോകുകയാ. കഷ്ടതകൾ മാറാൻ പോകുകയാ. ഒറ്റപ്പെടുത്തലുകൾ മാറാൻ പോകുകയാ. നിന്ദകൾ മാറാൻ പോകുകയാ. ദുഷികൾ മാറാൻ പോകുകയാ. നിന്റെ നിലവിളികൾ സ്വർഗ്ഗം കേട്ടിരിക്കുക. അതുകൊണ്ട് മഞ്ഞ് മാത്രമല്ല ഇനി പൊഴിയാൻ പോകുന്നത്. 2025 ദൈവം പറയുന്നു, അത് മഞ്ഞു മാത്രമല്ല, മഞ്ഞയും പൊഴിയും. പ്രൈസ് ദി ലോർഡ്. മഞ്ഞയും പൊഴിയും. ഇന്ന് രാത്രി മഞ്ഞ പൊഴിയാൻ പോകുന്നു. ഉടബലരകതുനി നിന്റെ തലമുറയുടെ ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ ഭാവിയിൽ മഞ്ഞ പൊഴിയാൻ പോകുന്നു. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് മഞ്ഞ പൊഴിയാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഭൗതിക മണ്ഡലത്തിൽ ഒരു മഞ്ഞ പൊഴിയാൻ പോകുന്നു. ശത്രു അടച്ചു വെച്ച മേഘമണ്ഡലങ്ങളെ സ്വർഗം തുറക്കുന്ന രാത്രിയാണ്. ശത്രു എത്ര അടയ്ക്കാൻ ശ്രമിച്ചാലോ, എത്രവൻ പൈൻപല്ല് കടിച്ചാലോ അതിനപ്പുറം പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഏതൊക്കെ കുടുംബത്തിനകത്ത് നാളെ എന്ത് ചെയ്യൂ, എന്റെ കുഞ്ഞിന് എന്ത് കൊടുക്ക് എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചില കുടുംബത്തിനകത്തേക്ക് ദൈവത്തിന്റെ മന്ന ഇന്ന് രാത്രി അത് ചിലരുടെ കുടുംബത്തിനകത്ത്, ചിലരുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞു പോലെ പുറത്തു വരോ. അതൊരു മന്നയായി പുറത്തു വരോ. അതൊരു മഞ്ഞ് പോലെ പുറത്തു വരോ.
ഒരു തലമുറ പോലെ പുറത്തു വരോ. അത് കുടുംബത്തിനകത്തൊരു നിഴലായി പുറത്തു വരോ, ഒരു പൊരുളായി പുറത്തു വരോ, നിനക്കൊരു പരിചയമായി പുറത്തു വരോ, നിനക്കൊരു കാവലായി പുറത്തു വരോ, നിനക്കൊരു സംരക്ഷണമായി പുറത്തു വരോ, നിനക്കൊരു കോട്ടയായി പുറത്തു വരോ, നിനക്കൊരു പരിചയമായി പുറത്തു വരോ, നിനക്കൊരു എണ്ണയായി പുറത്തു വരോ, നിനക്കൊരു അനുഗ്രഹമായി പുറത്തു വരോ. അത് ദൈവത്തിന്റെ സംരക്ഷണമാണ്, അത് ദൈവത്തിന്റെ കരുതലാണ്, അത് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ആണ്, അത് ദൈവത്തിന്റെ കാവലാണ്, അത് ദൈവത്തിന്റെ കൃപയാണ്, അത് ദൈവത്തിന്റെ ശൈലമാണ്, ഓ ദൈവത്തിന്റെ ഗോപുരമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നിന്റെ കുടുംബത്തിനകത്ത് ഒരു മഞ്ഞ പോലെ, ഒരു മഞ്ഞ് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മന്ന, ദൈവത്തിന്റെ മന്ന ഈ രാത്രി പൊഴിയുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആരാധിക്കാൻ കഴിയും? ആ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തൊന്ന് ആരാധിക്കാമോ? ഏതൊക്കെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇല്ലായ്മകളെ മാറ്റുന്ന, ഓ പരാജയങ്ങളെ മാറ്റുന്ന, ചില രോഗക്കെട്ടുകളെ മാറ്റുന്ന, ചില ശാപങ്ങളെ മാറ്റുന്ന, ചില മരണങ്ങളെ മാറ്റുന്ന, ചില പ്രതികൂലങ്ങളെ മാറ്റുന്ന, ചില പ്രതിബന്ധങ്ങളെ മാറ്റുന്ന ഒരു ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കരമടിച്ച് ആരാധിച്ച് അല്പനിമിഷം ഒന്ന് ആരാധിച്ച് ചില കുടുംബത്തിനകത്തേക്ക് ഒരു നിത്യജീവൻ എന്ന പോലെ അല്പനിമിഷം അന്യഭാഷ പ്രാപിച്ചവർ ആ കരങ്ങളെ അടിച്ചൊന്ന് ആരാധിച്ച് ദൈവാത്മ പറയുന്നു, ഓ ഹുഡബലരഗതനാഗര 206 അസ്ഥിയുടെ മേലും ദൈവത്തിന്റെ മഞ്ഞ ഇറങ്ങാൻ പോകുകയാ, മഞ്ഞിറങ്ങാൻ പോകുകയാ. ഏത് ചൂടിലും ജനത്തെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി സ്തംഭത്തിലും നടത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിലും ഇന്ന് രാത്രി നിനക്ക് തരുന്നത് ശ്രേഷ്ഠ ഭോജനമാണ്, നിനക്ക് തരുന്നത് ശ്രേഷ്ഠ ഭോജനമാണ്. നിന്റെ കുടുംബത്തെ തലമുറയ്ക്ക്, നിന്റെ കുടുംബനാഥന് വേണ്ടി ദൈവം കൊടുക്കുന്ന ശ്രേഷ്ഠ ഭോജനമാണ്. ഇന്ന് രാത്രിയിൽ കിലോമീറ്റർ 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 രാജ്യങ്ങൾ കടന്നു ചെല്ലുന്ന മന്നയുണ്ട്. ഓ റുബലവ ശംഭവരാജകൽക്കനാദി രാജ്യങ്ങൾ കടന്നു ചെല്ലുന്ന മന്നയുണ്ട്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. നിന്നൊരു യുദ്ധവീരനാക്കി പുറത്തെടുക്കുവാൻ, ഒരു വീരയാക്കി പുറത്തെടുക്കുവാൻ, നിന്റെ തലമുറകളെ ഒരു വീരനാക്കി പുറത്തെടുക്കുവാൻ ഒരു മഞ്ഞ് തുള്ളി പോലെ ഇന്ന് രാത്രിയിൽ അതേ ദൈവത്തിന്റെ പ്രവൃത്തി ഒരു മഞ്ഞ പോലെ പുറത്തു വരുന്ന രാത്രി എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? വൈഡകരാജകൽക്കന ഇതൊക്കെ കുടുംബത്തിന് ദൈവാത്മാവ് പ്രവർത്തിക്കുക കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി 2025 ചില കുടുംബത്തിന് വാഴ്ത്തത്തെ വർഷമാ, വാഴ്ത്തത്തെ വർഷമാ. പ്രവസിസ്റ്ററെ പ്രാർത്ഥിച്ചോ, ഒരു മന്ന ഉളവായി വരുന്നുണ്ട്. ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, നിനക്ക് നിഴലായി നിഴലായി നിഴലായി. ആമേ സ്തോത്രം. ലിറ്റി പ്രാർത്ഥിച്ചോ, ഓമന സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ആമേൻ. ഒരു മന്ന കുടുംബത്തിനകത്ത് പ്രവർത്തിക്കാൻ പോകുന്നു. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറയും? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ജോബിൽ കരം അടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ ജീവിതത്തിനകത്ത് ചില മാസം 3 മാസത്തിനകത്ത് ദൈവ ആത്മാവ് നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ. ചുടബലബല റിബലബല ശംഭവരാജകൽക്കനാദി ഒരു മന്ന പുറത്തു വരുന്ന രാത്രിയാ. ഉടബലരഗതനാഗര ശംഭവരാജകൽക്കനാദി. മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ തോന്നുന്നില്ല. ഇന്ന് രാത്രി ഏതൊക്കെയോ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി അയച്ചുകൊണ്ടിരിക്കുക. ഞാൻ ദൈവം വെളിപ്പാട് കാണുകയാ. രഞ്ജിസിനെ പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് ഒരു വലിയ അത്ഭുതം കുടുംബത്തിൽ ചെയ്യാൻ പോകുക. ഒരു മന്ന നിന്റെ ജീവിതത്തിനകത്ത് നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അയ്യോ അയ്യോ പ്രൈസ് ദി ലോർഡ്, എന്നെ പിന്നെ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഓ ഭാരപ്പെടേണ്ട കേട്ടോ എന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുക. നിനക്കൊരു മന്ന തരുവാനുണ്ട് ദൈവത്തിന്. ആമെ സാനിസിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ആമെ തലമുറയുടെ മേൽ ദൈവാത്മാവിന്റെ മന്ന, ആമെ കർത്താവ് പാക്കേജ് പോലെ ആ തലമുറയ്ക്ക് മേൽ, ആ കുടുംബത്തിന്റെ മേൽ, പിതാവിന്റെ മേൽ, അതേ മാതാവിന്റെ മേൽ, അതേ സഹോദരന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവൃത്തി അയക്കാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി ആമേ സ്തോത്ര നെല്ലും പതിരും തിരിക്കുന്ന നെൽമണികളെ ആമേ കളപ്പുരയിൽ ശേഖരിക്കുന്ന രാത്രിയാണ്. ഏതൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുകയാ. ചില കുടുംബത്തിനൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഓ സുഡബലരഗതനാഗര ശംഭവരാജകൽക്കനാദി ഉടബൽക്കവന ചൂടപരംധന വേദപരാജകൽക്കനാദി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേ സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാട്ടെ. സുഡബനരഗതനാഗര ഹാലലൂയ ഹാലലൂയ. ഉടബന രകൽക്കന വൈശ്വമന രകൽ പ്രൗഢപരക്ഷം അന്തൽക്കമനപരഗതുനി. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ദൈവപൈതലേ, അവൻ നിനക്ക് തരുന്നത് ശ്രേഷ്ഠ ഭോജനം. ജനം നടന്നു പറക്കി രാത്രി പാളയത്തിൽ മഞ്ഞ് പൊഴിയുമ്പോൾ ഹാലലൂയ മന്നയും പൊഴിയും.
ശവനപരകതുനി. മഞ്ഞ് പൊഴിയുമ്പോൾ മന്നയും പൊഴിയും. എന്താ മഞ്ഞ് പൊഴിയുമ്പോൾ മന്ന പൊഴിയുന്നത്? ആമേൻ, മന്ന ചീത്തയാകാതിരിക്കാൻ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന. ഹല്ലേലൂയ. അത് കൊത്തമ്പാളരി പോലെ വെളുത്തതും, അത് ഗോതമ്പ് പോലെയും ഗുലുഗുലു പോലെയും, അത് തേൻ ചേർത്ത ദോശ പോലെയും. തീർന്നില്ല കേട്ടോ, എണ്ണ ചേർത്ത ദോശ പോലെയും. ആമേൻ, പല നിലയില് ജനം വ്യാഖ്യാനിക്കുമ്പോൾ എന്ന രാത്രി തമ്പുരാൻ പറയുന്നു, നിനക്ക് തരുന്നൊരു പാക്കേജാണ്. ആ പാക്കേജിനെ പൊട്ടിക്കാൻ ഉലകത്തിലൊരു മനുഷ്യനും കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവം തരുന്ന വിടുതൽ അത് സുരക്ഷിതമാണ്. ദൈവം തരുന്ന വിടുതൽ സുരക്ഷിതമാണ്. ദൈവം നിന്റെ കുടുംബത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭർത്താവിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ പിതാവിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തലമുറയിലൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഈ നൂറ്റാണ്ടിൽ സംഭവിക്കും. ശംഭവരാജകൾക്കനാദി. ഹാലലൂയ, 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 ഹാലലൂയ. ശവനാരകൾക്കന വൈഡവരാജകൾക്കനാദികര ശംഭവരത്തുനി അന്തൽക്കവനപരകതുനി വേദവരാജകൾക്കനാദി. ആമേൻ. പക്ഷെ ഈ മന്ന ഇത് എങ്ങനെ പ്രാപിക്കണമെന്ന് അറിയാമോ? അതാത് ദിവസം രാവിലെ പറഞ്ഞേ, രാവിലെ മുഴങ്കാലിൽ നിന്ന് അന്നുള്ള മന്ന നീ പ്രാപിക്കണം. സ്തോത്രം. ഇസ്രായേൽ കൂടാരത്തിനകത്ത്, പാളയത്തിനകത്ത് അവർ മുഴങ്കാൽ മടക്കിയപ്പോൾ ഹല്ലേലൂയ, മഞ്ഞ് പൊഴിഞ്ഞു. തീർന്നില്ല കേട്ടോ, മുഴങ്കാൽ മടക്കിയപ്പോൾ അവർക്ക് മന്ന പൊഴിഞ്ഞു. എന്നിട്ടും ദൈവം മാറിയിരുന്നില്ല. ഹല്ലേലൂയ. അടുത്ത് ദൈവം അവർ കൊടുക്കാമെന്ന് പറഞ്ഞതെല്ലാം ദൈവം അവർ കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാപിച്ചോ? ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാപിക്കാൻ കഴിയും?